സിന്ദൂരി മുമ്പ് പറഞ്ഞ ഈ ഓണം എന്തുകൊണ്ട് മികച്ച ഓണമായി മാറി, എന്തുകൊണ്ട് നാടിനൊരു പ്രത്യേക അനുഭവമായി മാറി എന്ന് പറയുന്നതിലെ വളരെ പ്രധാനപ്പെട്ട, വളരെ ക്രൂഷ്യലായി മാറിയ ഒരു ഇടപെടലിൻ്റെ മറ്റൊരു വിശേഷം കൂടി നമുക്ക് പറയാം. അത് വിപണിയിൽ, തുടക്കത്തിൽ പറഞ്ഞതാണ്, വലിയ തോതിൽ വിപണിയിൽ സർക്കാർ ഇടപെട്ടു, നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇടപെട്ടു. അതുകൊണ്ട് തന്നെ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ കഴിഞ്ഞു. പ്രധാനപ്പെട്ട ഐറ്റത്തിന് നല്ല സബ്സിഡി നിരക്കിൽ കൊടുക്കാൻ കഴിഞ്ഞു. സപ്ലൈകോ ഗംഭീരമായി പെർഫോം ചെയ്തു. അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡ്, സഹകരണ സ്ഥാപനമായിട്ടുള്ള കൺസ്യൂമർ ഫെഡ്. അപ്പോൾ ഇങ്ങനെ വളരെ ചെറിയ തുകയ്ക്ക് അല്ലെങ്കിൽ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്താൻ കഴിയും, നിയന്ത്രിച്ചു നിർത്താൻ കഴിയും വിധത്തിലുള്ള വിപണി ഇടപെടൽ അത് വളരെ കാര്യക്ഷമമായി തന്നെ ഉണ്ടായി. അതിന്റെ ഒരു സമഗ്ര ആസൂത്രണം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അതായത് മാസങ്ങൾക്ക് മുന്നേ അതിന്റെ പ്രവർത്തനങ്ങൾ, പ്രത്യേകിച്ച് ഇതിനിടയിലാണ് ഈ തേങ്ങയുടെ അഭാവം വന്നു, നാളികേരത്തിന്റെ അഭാവം വന്നു, വെളിച്ചെണ്ണയ്ക്ക് വില ഉയർന്നു. അപ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ കഴിയും വിധത്തിലേക്കൊക്കെ സപ്ലൈകോ ഓരോ ഘട്ടത്തിലും അവരുടേതായിട്ടുള്ള ഇടപെടലുകൾ നടന്നിരുന്നു. അത് പൂർണ്ണമായും ജനത്തെ സംബന്ധിച്ച് ആശ്വാസകരമാണോ എന്ന് ചോദിച്ചാൽ പറയാൻ കഴിയില്ല. കാരണം അത്ര വലിയ സ്വർണ്ണത്തേക്കാൾ വില എന്ന് പറയുന്ന നിലയിലേക്ക് വെളിച്ചെണ്ണയ്ക്ക് വന്നതാണ്. പക്ഷേ അതിനെ നിയന്ത്രിക്കാൻ കഴിയും. സിന്ദൂരി പറഞ്ഞ പോലെ പല ഘട്ടങ്ങളായി ഇടപെട്ടു. സപ്ലൈകോയിലൂടെ സബ്സിഡി നിരക്കിൽ കൊടുക്കാനുള്ള റേറ്റുകൾ നേരത്തെ തന്നെ സർക്കാർ തന്നെ, മന്ത്രി തന്നെ പറയുന്നത് നമുക്ക് ഒരു ആശ്വാസകരമാണ് എന്നതിൽ അർത്ഥം യാതൊരു സംശയവുമില്ല. ആ ഒരു വിപണി ഇടപെടൽ വളരെ അക്ഷരാർത്ഥത്തിൽ ശരിയായി, ഏറെ സഹായകരമായി. അപ്പൊ എന്തായാലും ഇതിന്റെ ഒരു സമഗ്ര വിവരങ്ങളുമായി അമൽ ചേരുകയാണ്. അമൽ കൊച്ചിയിൽ നിന്ന് നമ്മൾക്കൊപ്പം ചേരുന്നുണ്ട്. അമൽ, ഗുഡ് മോർണിംഗ്. ഞങ്ങൾ സംസാരിച്ചതൊക്കെ കേട്ടല്ലോ. അപ്പോൾ വിലക്കയറ്റത്തെ കഴിയുന്നത്ര പിടിച്ചു നിർത്തി ഒരു നല്ല ഓണം, ഗുഡ് മോർണിംഗ്, ഒരു നല്ല ഓണം എന്നുള്ളത് എങ്ങനെയാണ് ആളുകൾക്ക് അനുഭവപ്പെട്ടത്? അത് നിങ്ങളൊക്കെ റിപ്പോർട്ടർമാർ ജനങ്ങളോട് സംസാരിക്കുമ്പോൾ മനസ്സിലായതും ഏതൊക്കെ തരത്തിലാണ്? ഈ സപ്ലൈകോയിൽ അടക്കം നമ്മൾ പോവുകയും അവിടുത്തെ തിരക്കൊക്കെ പ്രഷറിലേക്ക് എത്തിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഈ സപ്ലൈകോയിൽ വലിയ രീതിയിൽ വില നിയന്ത്രണം ഉണ്ടാക്കി തന്നെ, അതായത് ജനങ്ങൾക്ക് ചെറിയ തുകയ്ക്ക് തന്നെ എല്ലാ സാധനങ്ങളും ആവശ്യ വസ്തുക്കളും ഒക്കെ എത്തിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നിയന്ത്രിച്ച് കൊണ്ടുപോകാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അതോടുകൂടി ഈ പൊതുവിപണിയിലെ ഈ വിലക്കയറ്റത്തെ കൃത്യമായ രീതിയിൽ നിയന്ത്രിച്ചു നിർത്തുവാനും സർക്കാരിന് സാധിച്ചു എന്നത് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ രണ്ടും ചർച്ച ചെയ്തതുപോലെ തന്നെ ഏറ്റവും ആശങ്കയുണ്ടാക്കുന്നത് പലപ്പോഴും ഈ വെളിച്ചെണ്ണയുടെ ഒക്കെ വിലയാണ്. പക്ഷേ ഇത്തവണ വലിയൊരു തുകയിലേക്ക് അല്ലെങ്കിൽ വലിയൊരു എമൗണ്ടിലേക്ക് ഈ വെളിച്ചെണ്ണയുടെ വില പോകാതെ തന്നെ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അതിനാൽ തന്നെ വളരെ മനോഹരമായ രീതിയിൽ എല്ലാ സാധാരണക്കാർക്കും ഓണം ആഘോഷിക്കാൻ വേണ്ടി സാധിച്ചു. അവർ കരുതുന്ന ആ ഒരു തുകയ്ക്ക് തന്നെ ആവശ്യ വസ്തുക്കൾ അടക്കം വാങ്ങിക്കൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ഓണം ആഘോഷിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഇവിടെയുള്ള ജനങ്ങളിലേക്ക് കൂടി പോകാം. ചേട്ടാ, എങ്ങനെയായിരുന്നു ഇത്തവണത്തെ ഓണം? ഓണം അടിപൊളിയായിരുന്നു. സപ്ലൈകോയിൽ നിന്നും മുഖ്യ സാധനങ്ങൾ വളരെ തുച്ഛമായ വിലക്കുറവ് തന്നെ നമുക്ക് ലഭിക്കുകയുണ്ടായി. അതിൽ പ്രത്യേകം പറയാനുള്ളത് വെളിച്ചെണ്ണ ആയിരുന്നു ഏറ്റവും കൂടുതൽ വില ഉണ്ടായിരുന്നത്. ആ വെളിച്ചെണ്ണക്ക് 939 രൂപക്ക് സപ്ലൈകോയിൽ നമുക്ക് ലഭിക്കുകയുണ്ടായി. അതുകൊണ്ട് ഈ പ്രാവശ്യത്തെ ഓണം കളർഫുള്ളായിരുന്നു. ഈ അടുക്കള കാര്യങ്ങളൊക്കെ നോക്കുന്ന ചേച്ചിയാണല്ലോ. അപ്പോൾ ഇത്തവണ ഒരു വിലക്കയറ്റത്തിലേക്ക് പോകാതെ ചെറിയ തുകയ്ക്ക് തന്നെ എല്ലാ ആവശ്യ വസ്തുക്കളും കിട്ടുന്ന ഒരു രീതി തന്നെയാണ് ഇത്തവണ ഉണ്ടായത്. അതുകൊണ്ട് അടിപൊളിയായിരുന്നു. സപ്ലൈകോയിൽ നിന്ന് വളരെയധികം വിലക്കുറവിൽ സാധനങ്ങൾ ലഭിച്ചു. നമ്മുടെ ഈ കൊല്ലത്തെ ഓണം അടിപൊളിയാക്കി. ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ വളരെ നല്ല രീതിയിൽ തന്നെ സാധാരണക്കാർക്ക് ഓണം ആഘോഷിക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ്. അതിനുള്ള എല്ലാവരിലേക്കും എത്തിക്കാൻ വേണ്ടി. ശരി അമൽ, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തെ നമ്മൾ ക്യുക്കായിട്ടൊന്ന് മനസ്സിലാക്കി പോയതാണ്. ചില സാങ്കേതിക തടസ്സങ്ങൾ കൂടി അവിടെ ഉണ്ടായിരുന്നു, വ്യക്തമായി കേൾക്കാനാവുന്നില്ല. ഏതായാലും സപ്ലൈകോ, അതുപോലെ തന്നെ കൺസ്യൂമർ ഫെഡറേഷൻ, അങ്ങനെ കേരളത്തിൻ്റെ ഈ പറഞ്ഞ സംവിധാനങ്ങൾ, സർക്കാർ ഏജൻസികൾ, അതുപോലെ തന്നെ സഹകരണ രംഗത്തെ ഏറ്റവും മികച്ച ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തിയ പ്രവർത്തനങ്ങൾ വലിയ തരത്തിൽ നേട്ടവും ആശ്വാസവുമായി മാറുകയായിരുന്നു നാട്ടുകാരെ സംബന്ധിച്ച്. മറ്റൊന്ന് മിൽമയുമായി ബന്ധപ്പെട്ട വിവരമാണ് അല്ലെ? മിൽമയുടെ പെർഫോമൻസ് എങ്ങനെയായിരുന്നു എന്നുള്ളതാണ്. ഈ ഓണക്കാലത്ത് പാല്, തൈര്, പാൽ ഉൽപ്പന്നങ്ങൾ ഇതിന്റെ വിൽപ്പനയിൽ ഒരു സർവ്വകാല റെക്കോർഡാണ്. ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്ന സമയമാണ്. മിൽമയ്ക്ക് അത് വലിയ നേട്ടമായി അല്ലേ? അതെ, ഉത്രാട ദിനത്തിൽ മാത്രം 38.03 ലക്ഷം ലിറ്റർ പാലും 3.97 ലക്ഷം കിലോ തൈരുമാണ് മിൽമ ഔട്ട്ലെറ്റുകൾ വഴി വിറ്റത്. തിരുവോണത്തിന് മുമ്പുള്ള 6 ദിവസങ്ങളിലായി സർക്കാർ ഉടമസ്ഥതയിലുള്ള സഹകരണ സംഘം വഴി 1,19,058 1,19,00,000 അല്ലേ ലിറ്റർ പാലും, അതുപോലെ തന്നെ 14 ലക്ഷം കിലോ തൈരുമാണ് വിറ്റഴിച്ചത് അല്ലേ? 1,16,00,000 ലിറ്റർ പാലായിരുന്നു അല്ലേ? അതുപോലെ തന്നെ 13 ലക്ഷത്തിലധികം കിലോ തൈരുമായിരുന്നു കഴിഞ്ഞ വർഷം. അപ്പോൾ അതിനേക്കാൾ വലിയ വർധനവ് സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ ശരാശരി ഏതാണ്ട് 5% വളർച്ചയാണ് ഇക്കുറി മിൽമ കൈവരിച്ചത്. ക്ഷീരോൽപ്പന്നങ്ങളുടെ വിപണിയിൽ മിൽമ
ആദ്യ സ്ഥാനം നിലനിർത്തിയാണ് മുന്നേറുന്നത് എന്നതുകൂടിയുണ്ട്. കാരണം ഒരുപാട് ഇത്തരം സംഘങ്ങളൊക്കെ ഉണ്ട്. സംഘങ്ങൾ ഇൻ ദ സെൻസ് പല കമ്പനികളുണ്ട്. പക്ഷേ അവരെക്കാളൊക്കെ മിൽമ തന്നെ വിശ്വാസ്യതയോടെ ഇപ്പോഴും ആളുകളുടെ മുമ്പിൽ ഈ കച്ചവടത്തിൽ ഏറ്റവും അധികം വിറ്റുവരവോടെ നിൽക്കുന്നു, തലയുയർത്തി നിൽക്കുന്നു. അതെ, ആ ഒരു ഒതന്റിസിറ്റി മിൽമ ഈ വർഷവും നഷ്ടപ്പെടുത്തിയിട്ടില്ല. കൃത്യമായ രീതിയിൽ ആ മേഖലയിൽ ഇങ്ങനെ തലയുയർത്തി നിൽക്കുകയാണ്.